കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾക്ക് വിട നൽകാനൊരുങ്ങുകയാണ് നാട്. 45 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത്. 45 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 23 മലയാളികളുണ്ട് അതിൽ. 45 പേരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനാ വിമാനം കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്കാണ് ആദ്യം എത്തുക. നെടുമ്പാശ്ശേരിയിലേക്ക്, പിന്നീട് ഡൽഹി വിമാനത്താവളത്തിലേക്കുമായിരിക്കും എത്തുക. കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും വിമാനത്തിൽ അനുഗമിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ മൃതദേഹങ്ങൾ എത്തിയാൽ അത് ഏറ്റുവാങ്ങാൻ, ഒപ്പം അവരുടെ നാടുകളിലേക്ക് മൃതദേഹങ്ങൾ അയക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഇനി കൊല്ലത്ത് ആദിച്ചനെല്ലൂർ വിളച്ചിക്കാല സ്വദേശിയായ ലൂക്കോസ് മരിച്ചിരുന്നു. കൊല്ലത്ത് നിന്ന് അരുൺ രാജു ചേരുന്നുണ്ട്. അരുൺ, ലൂക്കോസിൻ്റെ കുടുംബവും മറ്റ് സാഹചര്യവും പശ്ചാത്തലമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എപ്പോഴേക്കായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ, അതിലൊരു തീരുമാനമായിട്ടുണ്ടോ? ഗൂഗിൾ, മറ്റൊരു സങ്കടകരമായ വാർത്ത കൂടി ഇപ്പോൾ നമ്മളെ തേടിയെത്തുന്നുണ്ട്. ഈ കുവൈറ്റിൽ മരിച്ച തിരിച്ചറിയപ്പെടാതെ പോയ ഒരാൾ, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വ്യക്തത ആര് എന്ന കാര്യത്തിൽ വന്നില്ലായിരുന്നു. ഇപ്പോൾ അക്കാര്യത്തിൽ കൂടി വ്യക്തത വന്നു. കൊല്ലം സ്വദേശിയായ സുമേഷിൻ്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സുമേഷിൻ്റെ മൃതദേഹവും ഈ വിമാനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ കൊല്ലം ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം അത് 4 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായി ഈ രാവിലെ ഈ പുലർച്ചെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമ്മൾ പറയേണ്ടതായി വരുന്ന സാഹചര്യമുണ്ട്. കൊല്ലം ജില്ലയിൽ 4 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ആദ്യം സ്ഥിരീകരിച്ചത് ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷിമീറിന്റെ മരണം. പിന്നീടാണ് ലൂക്കോസ്, അത് ഈ ആദിച്ചനെല്ലൂർ വിളച്ചിക്കാല സ്വദേശിയാണ് ലൂക്കോസിന്റെ മരണമാണ് രണ്ടാമത് സ്ഥിരീകരിച്ചത്. ലൂക്കോസിന്റെ കുടുംബ പശ്ചാത്തലം അടക്കം ഈ ലൂക്കോസിലൂടെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇന്നലെ നമ്മളടക്കം വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച. കാരണം 18 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. ഈ 18 വർഷവും ഈ ലൂക്കോസാണ് ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നത്. മകളുടെ ഉന്നത പഠനത്തിനായി അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കുകയാണ്. അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കായി നാട്ടിൽ വരാനിരിക്കുകയാണ്. ഈ ലൂക്കോസിനെ തേടി ഈ ലൂക്കോസിന്റെ ദുരന്ത വാർത്ത വീട്ടിലേക്ക് എത്തുന്നത്. ലൂക്കോസ് സ്വാഭാവിക ക്രമത്തിലാണെങ്കിൽ ഈ അവധിക്കാലം ആഘോഷിക്കാൻ, അതായത് ഈ മെയ് മാസത്തിൽ നാട്ടിൽ വരേണ്ടതാണ്. പക്ഷേ മകളുടെ അഡ്മിഷൻ, മകള് +2-ന് 6A+ഓടുകൂടി ഉന്നത വിജയം കരസ്ഥമാക്കിയതിനാൽ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കായി അടുത്ത മാസമേ ഈ വരവ് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ആ യാത്ര ഒടുവിലെ യാത്രയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റൊന്ന്, ഇപ്പോൾ സുമേഷിന്റെ ജീവിതം. സുമേഷ് കൊല്ലം കടവൂർ സ്വദേശിയാണ്. സുമേഷും അധിക നാളായിട്ടില്ല ഈ കുവൈറ്റിൽ ഈ കമ്പനിയിൽ ജോലി തുടങ്ങിയിട്ട്. പക്ഷേ ഈ സുമേഷിൻ്റെ ജീവിതവും ലൂക്കോസിൻ്റെ ജീവിതവുമായി സമാനമാണ്. സുമേഷാണ് ആ വീടിൻ്റെ ഏക അത്താണി. ആ വീടുമായി അല്ലെങ്കിൽ വീടിൻ്റെ ഏക നാഥനും സുമേഷാണ്. സുമേഷിൻ്റെ വിയോഗം ഇന്നലെ രാത്രിയോടെയാണ് സ്ഥിരീകരിച്ചത്. സുമേഷിൻ്റെ മൃതദേഹവും ഈ വിമാനത്തിലുണ്ട് എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് പ്രാഥമികമായി അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും കൊല്ലം ജില്ലയിൽ 4 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശരി, അതിൽ സാജൻ ജോർജ് കഴിഞ്ഞ 1.5 മാസം മുമ്പാണ് ജോലി കിട്ടി കുവൈറ്റിലേക്ക് പോയത്. 1.5 മാസത്തിനിപ്പുറം തിരിച്ചെത്തുമ്പോൾ ചേതനയേറ്റ ശരീരമാണ് ആ വീട്ടുകാർക്ക് ലഭിക്കുക. അത്രത്തോളം ദുഃഖാർത്തരായ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രതികരണങ്ങൾ അങ്ങനെ ഉള്ളു പൊള്ളിക്കുന്നതാണ്. ഏതായാലും വലിയ സങ്കടമാണ് കേരളത്തിലാകെ. വിവിധയിടങ്ങളിൽ, വിവിധ ജില്ലകളിൽ, അവരുടെ വീടുകളിൽ അവരോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാനാവാത്ത ദുഃഖമാണ്. ഏതായാലും 23 പേരുടെയും മൃതദേഹം ഇന്ന് രാവിലെ 8:00 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.